ഗൈസ്, വെൽക്കം ടു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് അപ്ഡേറ്റ്സ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ യുദ്ധത്തിൻ്റെ സീസ് ഫയർ അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇത് പ്രോപ്പർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന നിലയിലാണ്. എങ്കിൽ പോലും ഈ പറയുന്ന യുദ്ധത്തിൻ്റെ ഇറാൻ റഷ്യ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ചിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന ചൈന റഷ്യ ഇൻവോൾവ്മെൻറ്റ്, ഇറാൻ ഇത്ര ധൈര്യം എങ്ങനെയാണ് വരുന്നത്, എങ്ങനെയാണ് ഈ ഒരു യുദ്ധം പ്രോപ്പറായിട്ടൊരു വേൾഡ് വാർ 3 എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് എങ്ങനെ പെട്ടെന്ന് ഇത് ഒതുങ്ങുന്നത് എന്നുള്ളത്. കാരണം എന്തുകൊണ്ടും റഷ്യക്കും ചൈനക്കും ഈ ഒരു ഇറാൻ എന്ന് പറയുന്ന കറണ്ട് റെജീം, അതായത് കറണ്ട് പവർ അവിടെ തന്നെ നിൽക്കണം. ഈ അമേരിക്കയുടെ ഒരു പപ്പറ്റ് വന്നിട്ട് അത് ഓർ മാറ്റി പുതിയ ഒരാളാക്കുക എന്ന് പറയുന്നത് ചൈനക്കോ റഷ്യക്കോ ഒരിക്കലും സാധിക്കില്ല. കാരണം അവരെ കുറേ ഡീലിൽ ഇറാന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെങ്ങനെയാണ്, അതിൻ്റെ കുറേ ബിസിനസ്സിൻ്റെ പിന്നിൽ എന്താ കാര്യങ്ങൾ, അതെന്ത് ഇത്ര ഇമ്പോർട്ടൻസ്, അതുകൊണ്ട് എത്രത്തോളം ഇറാനെ ആരക്രമിച്ചാലും ചൈനയും റഷ്യയും ബാക്കപ്പ് ചെയ്യുന്നതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമുക്ക് പ്രോപ്പർ മാർക്കറ്റിൽ നോക്കാം. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ 108 വരെ നല്ല രീതിയിൽ കയറി, അവിടുന്ന് 2-3 തവണ റിജക്ഷൻ വരുന്നു. 107 109 ഒരു മെയിൻ ആയിട്ടുള്ള റെസിസ്റ്റൻസ്. ഈ 108ഉം 109Kയും മെയിൻ റെസിസ്റ്റൻസ് ആണ്. അത് ബ്രേക്ക് ചെയ്താൽ നമുക്ക് വീണ്ടും ഒരു ഓൾ ടൈം ഹൈ കാണാം. ശരിക്കും പറഞ്ഞാൽ US സ്റ്റോക്ക് മാർക്കറ്റൊക്കെ ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. മാർക്കറ്റ് നല്ല സ്ട്രെങ്ത് ഉണ്ട്, പക്ഷേ ഒരു 104Kയിലേക്ക് ഒരു റീടെസ്റ്റ് വരുന്നത്. കാരണം കഴിഞ്ഞ വീക്ക്ലി ക്ലോസ് എന്ന് പറയുന്നത് 104ൻ്റെ ബിലോ ആയതുകൊണ്ട് തന്നെ ഒരു 104K അല്ലെങ്കിൽ ആ ഏരിയയിലേക്ക് ഒരു വോളറ്റിലിറ്റി വരുന്നത് മാർക്കറ്റിന് വളരെ നല്ലതാണ്. കാരണം മാത്രമല്ല ഈ ഒരു വീക്ക്ലി ക്ലോസ് 104ൻ്റെ എബോവ് ക്ലോസ് ചെയ്തതും നല്ലതാണ്. അൾട്ടിമേറ്റ് നമ്മൾ ഇന്നലെ തന്നെ കണ്ടൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ട്രംപ് ഇന്നലെ ബിറ്റ്കോയിനെ വീണ്ടും പൊക്കി പറയുന്നുണ്ട്. ബിറ്റ്കോയിന് ഡോളറിന് നൽകുന്ന ആ ഒരു സമാധാനം, കാരണം ഡോളറിൽ നിന്ന് ആ ഒരു പ്രഷർ കുറക്കുകയാണെന്നും ബിറ്റ്കോയിന് ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാക്കുകയാണെന്ന് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ അമേരിക്കയുടെ ക്രിപ്റ്റോ മെയിനായ ഒരാൾ ജൂലൈ മന്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ക്രിപ്റ്റോക്ക് ശരിയായ ഒരു പവർഫുൾ മന്താവും എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല പവൽ മിന്നാന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ജൂലൈയിലാണ് ഈ ട്രേഡ് വാറിൻ്റെ ഇൻഫ്ലേഷൻ്റെ പ്രോപ്പർ ഇൻഫ്ലേഷൻ റേറ്റ് വരിക. അത് കുറവാണെങ്കിൽ നമ്മൾ റേറ്റ് കട്ട്സിനെ കുറിച്ച് ചിന്തിക്കുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ റേറ്റ് കട്ട്സ് വളരെ അടുത്താണ്. Q3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും അടുത്താണ് റേറ്റ് കട്ട്സ്. എന്നാണ് റേറ്റ് കട്ട്സ് വരുന്നത്? ഈ പറയുന്ന പോലെ ആൾട്ടിനും ബിറ്റ്കോയിനും അത് വളരെയധികം യൂസ്ഫുൾ ആവും. മാർക്കറ്റിനെ നല്ല രീതിയിൽ അത് ഉഷാറാക്കുകയും ചെയ്യും. പക്ഷേ ബിറ്റ്കോയിൻ ഡോമിനൻസ് എന്ന് പറയുന്നത് 71ലേക്ക് വരാനുണ്ട് അത്രേ. അത് ചിലപ്പോൾ ആൾട്ടിനെ വോൾട്ടിലിറ്റി ഉണ്ടാവും. 71 എത്തിക്കഴിഞ്ഞ് റേറ്റ് കട്ട്സും എല്ലാം കോംപ്ലിമെൻ്റ് ആയി കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് ആൾട്ട് സീസണും കാണാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജൂൺ തീരുകയാണെങ്കിൽ ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാക്സിമം നമുക്കിനി ഒരു 4 മന്തും കൂടിയ ബുൾ മാർക്കറ്റ് പീക്കിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും നാളും ഈ ഒരു ബുൾ മാർക്കറ്റിൽ പല ഫേസുകളും കണ്ടിരുന്നെങ്കിലും ഈ ഒരു ബുൾ മാർക്കറ്റിൻ്റെ പീക്ക് എത്താനുള്ള സാധ്യതകൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെന്ന് പറയുന്നത് ഈ റേറ്റ് കട്ട്സിനെയോ എല്ലാവരും കോംപ്ലിമെൻറ്റ് ചെയ്ത് ഒരുമിച്ച് ഇപ്പോൾ യുദ്ധത്തിൻ്റെ ക്വസ്റ്റ്യൻസ് നിൽക്കുന്നുണ്ട്. ട്രംപ് ഇന്ന് പറഞ്ഞിരുന്നു ഇനിയും ഒച്ചപ്പാടുണ്ടെങ്കിൽ നമ്മളൊരു ഈ പറയുന്ന ഇറാനിൽ ഇനിയും ബോംബിടും എന്നുള്ള രീതിയിൽ ടോക്ക് ചെയ്തിനെങ്കിൽ പോലും 2-3 തരം സംസാരങ്ങൾ നടക്കുന്നുണ്ട്. അമേരിക്ക ബങ്കർ ബോംബിനെ കൊണ്ട് ഈ പറയുന്ന ന്യൂക്ലിയർ പ്ലാന്റ് ഇറാൻ്റെ നശിപ്പിച്ചെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ CNN റിപ്പോർട്ട് ചെയ്ത വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ, ആക്ച്വലി ഈ പറയുന്ന അമേരിക്ക ഇട്ട ന്യൂക്ലിയർ പ്ലാന്റ് എന്ന് തന്നെ ഓൾറെഡി ഇറാന് പല കാര്യങ്ങളും മാറ്റിവെച്ചിനും, അതായത് യുറാനിയം എൻറിച്ച്മെൻറ്റ്, യുറാനിയം ഒക്കെ ഓൾറെഡി ഷിഫ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. പക്ഷെ വീണ്ടും ട്രംപ് എന്നിട്ട് പറയുന്നുണ്ട് CNN കൊടുത്തത് ഫേക്ക് ന്യൂസാണ്, നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് ചെയ്തെന്ന് പറയുന്നുണ്ട് ഇറാൻ. പക്ഷെ എന്തൊക്കെയോ അവിടെ പക്ഷേ എനിക്ക് തോന്നുന്ന യുദ്ധത്തിൻ്റെ ഒരു പ്രോപ്പർ സീസ് ഫയറിന് വേണ്ടി 2 ടീമും ഇനി വേണ്ട എന്നുള്ള ആറ്റിറ്റ്യൂഡ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ചൈന റഷ്യ പ്രോപ്പർ ബാക്കപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇസ്രായേലിനും അമേരിക്കനും പ്രോപ്പറായിട്ടൊരു യുദ്ധത്തിലേക്ക് പോകുന്നത് ടാസ്ക് ആയിരിക്കും. കാരണം അത്രയും അതിൻ്റെ റീസൺ എന്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ കറൻലി മാർക്കറ്റ് ഇതാണ് ഒരു സ്റ്റേബിളായി നിൽക്കുന്നുണ്ട്. ഇത്തരം ന്യൂസുകൾ റേറ്റ് കട്ട്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ ക്രിപ്റ്റോനെ സംബന്ധിച്ചിടത്തോളം. മാത്രമല്ല ട്രംപ് ബിറ്റ്കോയിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ റേറ്റ് കട്ടിനെ കുറിച്ച് നിരന്തരം പറയുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യത നമ്മൾ വളരെയധികം കരുതി വെക്കണം. സൂൺ ഈ പറയുന്ന Q3 ജൂലൈ, ആഗസ്റ്റ് ഈ 2 മന്തിൻ്റെ ഉള്ളിൽ റേറ്റ് കട്ട് എഫക്റ്റീവ് ആവും. പ്രത്യേകിച്ച് ഈ മന്തിലെ ഇൻഫ്ലേഷൻ റേറ്റ് വരുന്നതനുസരിച്ചിരിക്കും. ജൂലൈയിൽ ഇൻഫ്ലേഷനാണ് ട്രേഡ് വാറിൻ്റെ ശരിയായ ഇൻഫ്ലേഷൻ വരിക. അപ്പോൾ നമ്മൾ റെഡിയായി നിൽക്കുക. കുറേ ആൾക്കാർ മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട്. അവരൊക്കെ തിരിച്ച് വന്ന് ആ പീക്ക് ആൾട്ട് കോയിൻ സീസണിൻ്റെ പീക്ക് മനസ്സിലാക്കി അതനുസരിച്ച് മൂവ് ചെയ്യേണ്ടതാണ്. പിന്നീട് ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്,
എനിക്ക് ഇന്നലെ ഒരു സുഹൃത്ത് മെസ്സേജ് അയക്കുമ്പോൾ കുറേ ഫോറക്സ് ട്രേഡേഴ്സ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്, ഈ പറയുന്ന അവരുടെ പേ ഔട്ടൊക്കെ ചിലപ്പോൾ ബിനാൻസിലാണ് വരുന്നതെന്ന് പറയുന്നുണ്ട്. അവർക്ക് USDT എങ്ങനെയാണ്, അവർ കുറേ ആൾക്കാർ P2Pയിലാണ് ചെയ്യുന്നതൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ ചെയ്യാതിരിക്കുക മാക്സിമം. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന P2P മാർക്കറ്റിൽ ഒരുപാട് ഫ്രോഡ് പരിപാടികളുണ്ട്. നിങ്ങൾ ഈ പറയുന്ന ഏത് ഫോറക്സ് ആയാലും ക്രിപ്റ്റോ ആയാലും ഏതിൽ ട്രേഡും നിങ്ങൾ എന്ത് ചെയ്യുക, അത് നമ്മുടെ പ്രോപ്പറായിട്ട് നമുക്ക് ഫണ്ട് കിട്ടുന്നുണ്ടെങ്കിലേ നമുക്ക് പ്രോഫിറ്റബിൾ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിലുള്ള പ്രോപ്പറായിട്ട് USDT സെയിൽ ആൻഡ് ബൈങ് നമ്മൾ നടത്തുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ടെലഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അല്ല, ഞാനിത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഒരു ഫോറക്സ് ട്രേഡർ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ട് തന്നെയാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഓൾ ഇൻ ഓൾ മാർക്കറ്റിൽ ഒരു ഫൈനൽ സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 4 മാസം കൂടി പീക്കായുള്ള ഓപ്ഷൻസ് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഒരുപാട് പേര് ബാക്കിൽ ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ശരി.